ഏറ്റവും പുതിയ വിവരങ്ങൾ വന്നിരിക്കുന്നു. വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി അന്വേഷിക്കും. വിശദാംശങ്ങളുമായി സുനിൽ അരിമാനൂർ വിശദാംശങ്ങൾ നൽകും. സുനിൽ, അന്വേഷണം പ്രഖ്യാപിച്ചോ? ചീഫ് സെക്രട്ടറി പ്രാഥമികമായി എന്തൊക്കെ വിഷയങ്ങളായിരിക്കും അന്വേഷിക്കുക? ബന്ധുനിയമന വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണ രീതി പ്രാഥമികമായി വന്നിരിക്കുന്നു. ചീഫ് സെക്രട്ടറി വിവാദ നിയമനങ്ങൾ അന്വേഷിക്കും എന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. ഏത് രീതിയിലായിരിക്കും അന്വേഷണം, ഏത് അടിസ്ഥാനത്തിൽ, ഏത് സാഹചര്യത്തിലാണ് അന്വേഷണം തുടങ്ങിയ വിശദാംശങ്ങൾ സുനിൽ അരിമാനൂർ അല്പസമയത്തിനകം നൽകും. സുനിൽ ചേരുന്നു. സുനിൽ, അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിരിക്കുന്നുവോ? പ്രാഥമികമായിട്ടാണോ ചീഫ് സെക്രട്ടറി വിശദാംശങ്ങൾ തേടുന്നത്? ഏത് രീതിയിലാണ് കാര്യങ്ങൾ? സുനിൽ, പ്രതീക്ഷ, വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച ഇന്നത്തെ മന്ത്രിസഭാ യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. ഇക്കാര്യത്തിൽ മന്ത്രിസഭ എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ്: നിയമനങ്ങളിലെ സ്വജന പക്ഷപാതം തടയുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തും എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിയമനിർമ്മാണം നടത്തും എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട യോഗ്യത ഉറപ്പാക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ വിജിലൻസ് ക്ലിയറൻസ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ബോർഡ് രൂപീകരിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു തീരുമാനമായി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയോട് ഈ നിയമനങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്താനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി വിജയാനന്ദ് ഈ നിയമനങ്ങൾ സംബന്ധിച്ച പരിശോധന നടത്തും എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗ തീരുമാനം വാർത്താക്കുറിപ്പായി നൽകിയതിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ നിയമനങ്ങൾ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് നിയമിക്കുന്നതെങ്കിൽ പോലും ആ നിയമനങ്ങളിൽ അയാൾ ക്വാളിഫൈഡ് ആയിട്ട് ഉള്ള ആളാണോ, അതോടൊപ്പം തന്നെ അയാൾക്ക് വിജിലൻസ് ക്ലിയറൻസ് വാങ്ങണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടപടികളിലേക്ക് പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ തടയാൻ സാധിക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എത്തിച്ചേർന്നത്. അതനുസരിച്ച് തന്നെയാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. നിയമനിർമ്മാണം നടത്തിക്കൊണ്ട്, അതായത് സ്വജനപക്ഷപാതം തടയുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ നിയമനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അപാകത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇപ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത്. സുനിൽ, വളരെ നിർണായകമായ തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ മറ്റ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ചീഫ് സെക്രട്ടറി നടത്തുന്നു. ബന്ധുവിഷയത്തിലുള്ള രീതിയിലുള്ള ഏതൊക്കെ എന്തെങ്കിലും ശരിയില്ലായ്മ വന്നിട്ടുള്ളോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചീഫ് സെക്രട്ടറിയിലൂടെ അന്വേഷണം ഉണ്ടാകുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് തീരുമാനങ്ങൾ എന്തെങ്കിലും വരാനുള്ള സാധ്യതകളുണ്ടോ? വിജിലൻസിൻ്റെ നീക്കങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം, അതല്ല ഇനി വിജിലൻസിന് മറ്റ് രീതിയിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് കൃത്യമായ രീതിയിലേക്കുള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നത്? പ്രതീക്ഷ, അക്കാര്യങ്ങൾ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പ്രധാനമായും രാവിലെ തന്നെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തത് ഈ വിവാദ നിയമനത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ അത് ഏത് തരത്തിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ സ്വജനപക്ഷപാതം തടയുന്നതിൻ്റെ ഭാഗമായി നിയമനിർമ്മാണം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി വിജയാനന്ദ് അന്വേഷിച്ച റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിന് മുമ്പായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട തീരുമാനം. അതോടൊപ്പം തന്നെയാണ് മറ്റ് നിയമനങ്ങൾ, ഇനി പല മേഖലകളിൽ നിയമനങ്ങൾ നടക്കാനുണ്ട്. ആ നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക ബോർഡ് രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ ടെക്നിക്കൽ എക്സ്പേർട്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് രൂപീകരിച്ച് ആ ബോർഡിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും നിയമനങ്ങൾ നടത്തുക. അതുപോലെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിന് ഏതെങ്കിലും തരത്തിൽ പോസ്റ്റിംഗ് നടത്തുമ്പോൾ അതും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണോ എന്ന് പരിശോധിക്കണം. അതും ഈ ബോർഡിൻ്റെ ഒരു ചുമതലയായി തന്നെ പരിശോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത്തരത്തിൽ വരുന്ന ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ വ്യക്തി ഏതെങ്കിലും തരത്തിൽ മറ്റ് കേസിലോ വിവാദങ്ങളിലോ പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് സുനിൽ, ഇതുവരെ നടന്ന എല്ലാ നിയമനങ്ങളും അത് വ്യവസായ വകുപ്പിന്റെ മാത്രമാണോ? മുഴുവൻ നിയമനങ്ങളും പരിശോധിക്കുക എന്നാണോ? അതിനൊരു വ്യക്തത വരുത്തിയാൽ. പ്രതീക്ഷ, ഇപ്പോൾ ഈ ജയരാജൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദ നിയമനങ്ങൾ തന്നെയാണ് അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റ് കാര്യങ്ങൾ ഏതായാലും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ നേരിട്ട് കാണാനായുള്ള സാധ്യതയില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ മാത്രം അതിനൊരു ക്ലാരിഫിക്കേഷൻ വരും. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച് എന്ന് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി വിജയാനന്ദ് അന്വേഷിച്ച് മന്ത്രിസഭാ യോഗത്തിന് റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ്. അതിന്മേൽ എന്ത് തരം നടപടി ഉണ്ടാകും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അതിനകത്ത്
പരാമർശിച്ചിട്ടില്ല. വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ഇങ്ങനെയാണ് പരാമർശിക്കുന്നത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ സമാന്തരമായി വിജിലൻസ് ഏതെങ്കിലും തരത്തിൽ കേസ് ജയരാജനെതിരെ ഏതെങ്കിലും തരത്തിൽ ത്വരിത പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമോ, അങ്ങനെയെങ്കിൽ ഏത് നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ മന്ത്രിയുടെ ഈ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ പിന്നീട് ആയിരിക്കും ചർച്ച ചെയ്യുക എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഇത് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് പ്രത്യേകിച്ച് തന്നെ അത് നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി തലത്തിൽ അതിനകത്ത് ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്തരത്തിലേക്ക് ചർച്ചകൾ വരാത്തത്. പക്ഷേ നിയമനങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുക എന്നുള്ളത് തീർച്ചയായും അതൊരു തീരുമാനമായി തന്നെ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നിയമനിർമ്മാണം എപ്പോൾ നടത്തും എന്നുള്ളത് സംബന്ധിച്ചൊരു കാര്യം ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. അതും തീർച്ചയായും ഇതിന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും പ്രതികരണത്തിൻ്റെ ഭാഗമായി പുറത്തു വരാനുള്ള സാധ്യതകളാണ്. ഇനി വിശദമായിട്ടുള്ള വാർത്താക്കുറിപ്പ് ഏതായാലും മന്ത്രിസഭാ യോഗത്തിൻ്റെ മറ്റ് തീരുമാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വാർത്താക്കുറിപ്പ് വരും. അതിനകത്ത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. സുനിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് MD കീ പോസ്റ്റുകൾ, ഈ കീ പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചാണ് എന്തായാലും വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിന് തടയിടുക എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായ ഒരു ദിശയിലേക്ക് സർക്കാർ പോകുന്നു. കാരണം സുതാര്യത കൂടുതൽ ഉറപ്പുവരുത്തുക, അത് ജനപക്ഷത്തേക്ക് കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തത വരുത്തുക. ജനറൽ മാനേജർ MD പോസ്റ്റുകളിലേക്ക് വ്യക്തമായി ഇനിയുള്ള നിയമങ്ങളിൽ ക്ലിയറൻസ് കൊണ്ടുവരുന്നു. അതിനൊരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നു. സ്വജനപക്ഷപാതം തടയാനായിട്ട് നിയമനിർമ്മാണം, വലിയൊരു കാൽവയ്പ് സുതാര്യതയ്ക്കായി അത് സർക്കാർ ഉറപ്പുവരുത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ നിർണായകമായേക്കാവുന്ന ഈ തീരുമാനങ്ങൾ, അതിൻ്റെ ദിശ എങ്ങനെയായിരിക്കും, അതിൻ്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും, ഇത് സംബന്ധിച്ചൊക്കെ പൂർണ്ണമായ വിവരങ്ങൾ വന്നില്ലെങ്കിൽ കൂടിയും ലഭിക്കുന്ന വിശദാംശങ്ങളിൽ നിന്നും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ. പ്രതീക്ഷ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന സ്വജന പക്ഷപാതം തടയുക എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അത്തരത്തിൽ ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്ന് മാത്രമേ ഈ സ്വജന പക്ഷപാതം തടയുന്നതിൻ്റെ ആയി നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. ആ നിയമത്തിനകത്തായിരിക്കും ഏതൊക്കെ തരത്തിൽ ആരെയൊക്കെ ഒഴിവാക്കും എന്നുള്ള സംബന്ധിച്ച് ആരെയൊക്കെ ഒഴിവാക്കണം എന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അതിനകത്തായിരിക്കും സ്പെസിഫിക്കേഷൻസ് ഒക്കെ വരിക. അതനുസരിച്ചായിരിക്കും നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ ഈ പറഞ്ഞ വിവിധ വകുപ്പുകളിലെ തലവന്മാർ, മാനേജിംഗ് ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തലപ്പത്തുള്ളവരുടെയൊക്കെ പോസ്റ്റിംഗ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ അവർ ഈ പറയുന്ന സ്വജനപക്ഷപാതക്കാരല്ല എങ്കിൽ പോലും അത്തരത്തിൽ പാർട്ടിയുടെ നോമിനേഷൻ അനുസരിച്ച് വരുന്നതാണെങ്കിലും ഇവർ കൃത്യമായ യോഗ്യത ഉള്ളവരായിരിക്കണം. ഇവർക്ക് വിജിലൻസ് കേസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തരുത് തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് വിജിലൻസ് ക്ലിയറൻസ് വേണം എന്നുള്ളൊരു നിർദ്ദേശം പറയുന്നത്. നേരത്തെ നമുക്കറിയാം പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാട് മുൻ സർക്കാരിൻ്റെ കാലത്ത് പേഴ്സണൽ സ്റ്റാഫിൽ യോഗ്യതയില്ലാത്തവരുണ്ടായിരുന്നു എന്നുള്ള വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്ന പശ്ചാത്തലത്തിലെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കുകയും ആ എണ്ണക്കുറവ് വരുത്തിയെങ്കിലും ബാക്കിയുള്ളവരെ എടുത്തതിൽ വ്യക്തമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റ് ക്രിമിനൽ നടപടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ ഉള്ള ആളുകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് യോഗ്യതയുള്ളവരെയും ഇതിനകത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ളവരെയും മാത്രം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ പേഴ്സണൽ സ്റ്റാഫിൽ അംഗങ്ങളെ നിയമിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു നടപടി തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തെയും കാണേണ്ടി വരിക. ഇത്തരത്തിൽ സ്വജനപക്ഷപാതപരമായിട്ടുള്ള നിലപാടുകൾ മന്ത്രിമാർ സ്വീകരിക്കുന്നത് തടയുന്നതിന് ഈ ഒരു നിയമനിർമ്മാണം വരുമ്പോൾ അത് സാധ്യമാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വിവാദ നിയമനം സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി വിജയാനന്ദ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുക എന്നുള്ളത് അതിനുശേഷം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. സമാന്തരമായി തന്നെ വിജിലൻസ് ക്ലിയറൻസ് വരുമ്പോൾ വിവാദ നിയമനങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി അന്വേഷണം നടത്തും. സ്വജനപക്ഷപാതം തടയാൻ നിയമനിർമ്മാണത്തിന് തയ്യാറെന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിലപാട് വന്നിരിക്കുന്നു. മറ്റ് MD, ജനറൽ മാനേജർ തുടങ്ങിയ കീ പോസ്റ്റുകൾ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം വിജിലൻസിന്റെ ക്ലിയറൻസിന് ശേഷം മാത്രം പൂർണ്ണതയിലേക്ക് പോയാൽ മതി എന്ന നിലപാടും ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു.